ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് റൗട്ടർ ടു റൗട്ടർ കണക്ഷൻ കൊടുക്കുമ്പോഴുള്ളൊരു പ്രശ്നത്തെക്കുറിച്ചാണ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു ടെക്നീഷ്യനാണ്, അപ്പോൾ ഒരു ഫ്രീലാൻസറാണ്. അപ്പോൾ നിങ്ങളൊരു കസ്റ്റമറുടെ അടുത്ത് പോയി, അപ്പോൾ മേ ബി ഒരു ഹോസ്റ്റലായിരിക്കാം അല്ലെങ്കിൽ ഒരു ഹോട്ടലായിരിക്കാം. അവർക്കൊരു കണക്ഷൻ ഉണ്ട്, ഇപ്പോൾ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ, ഒരു വൈഫൈ കണക്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ആ കണക്ഷനിൽ നിന്ന് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 4 നില ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക. കണക്ഷൻ ഒരു നിലയിലാണ് ഇരിക്കുന്നത്, അവിടെ നിന്ന് നമ്മളൊരു 3 നിലയിലോട്ട് 3 കണക്ഷൻ കൊടുക്കണം. അപ്പോൾ 3 കണക്ഷൻ കൊടുക്കാനായിട്ട് നമ്മൾ നോർമലി എന്താ ചെയ്യുന്നത്, ഓരോ ഫ്ലോറിലും മേ ബി ഒരു റൗട്ടർ വെച്ച് കൊടുക്കും. അത് ഓരോ ഫ്ലോറിൽ ഓരോ റൗട്ടർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ഓൺ ആ ഒരു ലൊക്കേഷനാണ് കേട്ടോ. അതായത് മേ ബി ആ ഒരു എൽ ഷേപ്പിലൊക്കെയാണ് ആ ഒരു ബിൽഡിങ്ങിൻ്റെ കിടക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു റൗട്ടറിൽ എത്തിയില്ലെന്ന് വരും. എന്നാലും നമ്മൾ കോമൺ ബേസിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ ഒരു 4 ഫ്ലോറിൽ ഒരു ഫ്ലോറിൽ മെയിൻ മോഡം വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മെയിൻ ONU വന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരു 3 കണക്ഷൻ എടുത്ത് നമ്മൾ ഒരു 3 റൗട്ടർ 3 ഫ്ലോറിലായിട്ട് സെറ്റ് ചെയ്ത് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വരുന്നൊരു ചെറിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടെക്നീഷ്യന്മാർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കസ്റ്റമർ നമ്മൾ വിളിക്കാറുണ്ടെങ്കിൽ ടെക്നീഷ്യന്മാരെ വിളിച്ചിട്ട് പറയും ഇടയ്ക്കിടയ്ക്ക് കണക്ഷൻ കട്ടാവുന്നു, ചില ഫ്ലോറുകളിൽ കണക്ഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ വൈഫൈ ഇടയ്ക്കിടയ്ക്ക് പോകുന്നു, മെയിൻ നെറ്റ് വരെയും കട്ടാവുന്നു. അപ്പോൾ നമ്മൾ മെയിൻ നെറ്റ് കട്ടാകുമ്പോൾ അത് നോർമലി ആ ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ ഭാഗത്തു നിന്നുള്ള കണക്ഷൻ പോയതായിരിക്കും എന്ന് പറയും. അപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് പറയും ഇത് ലൂപ്പ് കയറുന്നതാണ്. അതായത് അവർ നമ്മളുടെ ആ റൗട്ടറിലോട്ട് പോയ കണക്ഷൻസ് ഊരിയിട്ടിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഓക്കെ ആയിരിക്കും. പക്ഷേ റൗട്ടർ കണക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും, റൗട്ടർ കണക്ട് ചെയ്യുമ്പോൾ അത് കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു റൗട്ടർ ടു, അതായത് ആ മോഡത്തിൽ നിന്ന് നേരെ ഈ റൗട്ടറിലോട്ടാണ് വന്നത്, ഈ റൗട്ടറിലോട്ടാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മോഡത്തിൻ്റെ പുറകിൽ മേ ബി ഒരു ജിയോൻ്റെ മോഡൊക്കെ ആണെങ്കിൽ 4 ലാൻഡ് പോർട്ട് വരെ മോഡത്തിൻ്റെ ആ ONUവിൻ്റെ പുറകിലുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ആ 4 ലാൻഡ് പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേറെ അഡീഷണൽ സ്വിച്ച് ഒന്നും വയ്ക്കില്ല, നെറ്റ്വർക്ക് സ്വിച്ച് വയ്ക്കാതെ നേരെ ആ മോഡത്തിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ 3 ഫ്ലോറിലോട്ടും വലിക്കും. അപ്പോൾ എന്ത് പറ്റും, അത് നേരെ ആ ഒരു റൗട്ടർ അല്ലെങ്കിൽ മോഡം ടു റൗട്ടറാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാക്കിയിരിക്കുന്ന ഈ 3 റൗട്ടറുകളുടെയും IP ഒന്നായിരിക്കും. ലാൻ IP ഒന്നായിരിക്കും, ഗേറ്റ് വേ IP ഒന്നായിരിക്കും. ഇപ്പോൾ 0.1 ആണെങ്കിൽ 3 0.1 ആയിരിക്കും. അപ്പോൾ ഈ 3 നിന്നും ആ ഒരു 0.1 നിന്ന് റിക്വസ്റ്റ് വരുമ്പോൾ നേരെ ഈ ഒരു റൗട്ടറിൽ ഈ മെയിൻ മോഡത്തിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ മെയിൻ മോഡത്തിന് ഒരു കൺഫ്യൂഷൻ വരും, ഇപ്പോൾ ഏതിൻ്റെ റിക്വസ്റ്റ് ആണെങ്കിൽ വന്നേക്കുന്നത്. അപ്പോൾ അത് വരുമ്പോൾ കണക്റ്റ് ആവില്ലെന്നല്ല, ഇടയ്ക്കിടയ്ക്ക് ഈ പ്രശ്നം വരും. അതായത് അയക്കുന്ന റിക്വസ്റ്റ് പോകും, അല്ലെങ്കിൽ അത് ഹാങ് ആകുമ്പോൾ ഒരു നെറ്റ് കിട്ടാതെ വരും. അങ്ങനെയൊക്കെ വരുന്നത് ഈ ഒരു കണക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നോർമലി ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്ത് വയ്ക്കണം, സ്വിച്ച് വയ്ക്കുക. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ താഴത്തെ ഫ്ലോറിൽ നിന്ന് ഒരു റൗട്ടറിലോട്ട് വലിച്ച് ആ റൗട്ടറിൽ നിന്ന് അടുത്ത റൗട്ടറിലോട്ട് വലിച്ച് അടുത്ത റൗട്ടറിലോട്ട് വലിച്ച് അങ്ങനെ പോകുന്നവരും ഉണ്ട്. അങ്ങനെയും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ഈ IP ശ്രദ്ധിക്കുക. അതായത് ഈ വരുന്ന റൗട്ടറുകളുടെ IP 0.1 ആണെങ്കിൽ 1.1 ആയിരിക്കണം, 2.1 ആയിരിക്കണം, 3.1 ആയിരിക്കണം. അങ്ങനെ IP ഡിഫറൻ്റ് ആയിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലാത്ത പക്ഷം നമ്മൾ ഒരേ IP തന്നെ കൊടുക്കണമെങ്കിൽ ഇതെങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു മോഡത്തിൽ കണക്ട് ചെയ്യരുത്, സ്വിച്ച് വഴി കൊടുക്കുക. ഈ നെറ്റ്വർക്ക് സ്വിച്ച് വെക്കുമ്പോൾ എൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെറ്റ്വർക്ക് സ്വിച്ചിന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഏത് റൗട്ടറിൽ നിന്നാണ് ഈ ഒരു റിക്വസ്റ്റ് വന്നേക്കുന്നതെന്ന്. അത് ആ ഓരോ റൗട്ടർ, അതായത് 3 റൗട്ടറിൻ്റെ MAC ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ MAC നമ്പർ വെച്ചിട്ട് ഈ സ്വിച്ച് ബ്രെയിനുള്ളൊരു സാധനമാണ്. അതായത് ആ സ്വിച്ച് അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും ഏത് റൗട്ടറിൻ്റെ അതനുസരിച്ച് റിക്വസ്റ്റിന് റിപ്ലൈ മെയിൻ മോഡത്തിൽ നിന്ന് അത് കൊടുക്കും. മെയിൻ മോഡത്തിൽ നിന്ന് വരുന്ന റിക്വസ്റ്റിനെ പ്രോപ്പറായിട്ട് അത് അലോക്കേറ്റ് ചെയ്ത് ഈ പറഞ്ഞ റൗട്ടറുകളിലോട്ട് കൊടുക്കും. അതേസമയം ഡയറക്റ്റ് കുത്തുമ്പോൾ ഈ ഒരു മോഡത്തിന് ജസ്റ്റ് ഒരു ഔട്ട്പുട്ട് ഉണ്ടെന്നുള്ളൂ. നമ്മളിപ്പോൾ ലാപ്ടോപ്പിൽ ഉപയോഗിക്കാനോ ഒരു കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാനോ ഒക്കെയാണ്. ഇത്തരത്തിൽ കൊടുക്കുമ്പോൾ കണക്ഷൻ കിട്ടും, ഇല്ലെന്നല്ല. പക്ഷേ ഈ ഒരു ഇഷ്യൂസ് വരും. ഒന്നിലധികം റൗട്ടേഴ്സ് ഡയറക്റ്റ് കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു മോഡത്തിൽ കണക്ട് ചെയ്യുമ്പോൾ ഇഷ്യൂ ആണ് ആ പറഞ്ഞത്, ഡയറക്റ്റ് കൊണ്ടുവരുമ്പോൾ. അപ്പോൾ ഒന്നില്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ സ്വിച്ച് വയ്ക്കുക, നെറ്റ്വർക്ക് സ്വിച്ച് വയ്ക്കുക. ഇല്ലാത്ത പക്ഷം എന്ത് ചെയ്യുക, ഈ എല്ലാത്തിൻ്റെയും ഗേറ്റ് വേ IP ചേഞ്ച് ചെയ്ത് ഇടുക. ഇത് ഡയറക്റ്റ് കൊണ്ടുവന്ന് മോഡത്തിൽ കുത്തുമ്പോഴായാലും റൗട്ടറിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോഴൊക്കെ ആയാലും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇത് വളരെ മൈന്യൂട്ടായിട്ട് വരുന്നത് എന്ന് വെച്ചാൽ എപ്പോഴും ഉണ്ടാവില്ല. നമ്മളത് വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് പോകും. പക്ഷേ അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ വിഷയം വരുന്നത്. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക, തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നാളെ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.